മിഥുൻ വെള്ളക്കെട്ടിലാണ് ഉള്ളത്. അപ്പോൾ ആലപ്പുഴയിൽ കനത്ത മഴ പെയ്തു എന്നർത്ഥം. ഇതെന്താണ്, ജനവാസ മേഖലയിലാണോ ഈ വെള്ളക്കെട്ട്? ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ആലപ്പുഴയിലെ മഴ സാഹചര്യം? കൃഷ്ണരാജ്, അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒരു പിക്നിക്കിന് പോണ പോലെയൊക്കെ ആയിരിക്കും പശ്ചാത്തലം കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഞാൻ നിൽക്കുന്നത് റോഡിലാണ്. റോഡ് നിറയെ വെള്ളമാണ്. ആലപ്പുഴയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായിട്ടുള്ള മുട്ടാറിലാണ് ഞാനുള്ളത്. മുട്ടാറിലെ ജനവാസ മേഖലയിലെല്ലാം വെള്ളം കയറി, വീടുകളിലേക്ക് വെള്ളം കയറി. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ പ്രദേശത്തേക്ക് വലിയ രീതിയിൽ വെള്ളം വീടുകളിലേക്ക് കയറിയതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാവിലെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ രാത്രി സമയത്ത് നിർത്താതെ പെയ്ത മഴ അത് വലിയ ദുരിതം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വീടുകളിലേക്ക് ആളുകളുണ്ട്. വീടുകളിലെ താഴത്തെ നിലയിലൊക്കെ ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മുകളിൽ ടെറസിലും മുകളിലത്തെ നിലയിലുമൊക്കെ ആയിട്ടാണ് ആളുകൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. മുട്ടാറ് ഭാഗത്തുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. റോഡിലാണ് ഇപ്പോൾ വെള്ളം കണ്ടത്. സഞ്ചാരയോഗ്യമായി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ ഇപ്പോൾ വള്ളത്തെയൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിൽ കൂടി ആളുകൾ വെള്ളത്തിൽ കൂടി നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ റോഡിൽ കൂടി വള്ളം ഉപയോഗിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല മഴയായിരുന്നു ഇന്നലെ. നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. എപ്പോഴാണ് ഇവിടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയത്? ഏത് സമയത്ത്? 10 മണിക്ക് ശേഷം രാത്രി. താഴ്ന്ന പ്രദേശമാണ്. പൊതുവെ മഴ പെയ്താൽ ഉടൻ തന്നെ വെള്ളം കയറുന്ന പ്രദേശം. ഒരുപാട് വെള്ളം ഉണ്ടാകുന്ന പ്രദേശം മുട്ടാർ. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് ഈ മുട്ടാറ്. അവിടെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ റോഡിൽ കൂടെ വെള്ളം ഓടിച്ചെങ്കിൽ നടക്കും. റോഡിൽ കൂടെ വെള്ളം പോകത്തുള്ളൂ. ഈ വീടുകളിലുള്ളവരൊക്കെ മാറ്റിയോ അതോ വീടുകളിൽ തന്നെ ഉണ്ടോ? ഇവിടെ എല്ലാവരും വീട്ടിൽ തന്നെ, എങ്ങും പോയിട്ടില്ല. മാറ്റാനുള്ള സമയം സാഹചര്യം പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം ഓടി. എന്താണ് ഇപ്പോൾ നിലവിലെ രാവിലെ പുലർച്ചെ വരെ മഴയുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അനുമാനം എന്താണ്? ഇനിയുള്ള സാഹചര്യത്തിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത? മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. വെള്ളം പൊങ്ങുകയും ചെയ്യും. ഇതിൽ ഇനിയും വരും വെള്ളം. എന്താണ് അവസ്ഥ ഇവിടുത്തെ അവസ്ഥ വളരെ ദുരിതമാണ് ഇപ്പോഴും. അതായത് കിഴക്ക് വെള്ളം താഴ്ന്നനുസരിച്ച് കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുട്ടാർ പ്രദേശത്ത് പ്രത്യേകിച്ചും. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇത്. സെൻട്രൽ റോഡാണ്, മുട്ടാർ സെൻട്രൽ റോഡാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ഇത്രയും വെള്ളം ആയപ്പോഴത്തേക്ക് മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങൾ പറയേണ്ടതില്ല. അതുകൊണ്ടാണ് വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റും. എന്താണ് അവിടെ അവസ്ഥ? രാത്രിയിൽ ഇത്രയും വെള്ളം പൊങ്ങിയ കാരണം വീടുകളിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാരെ മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പകലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റേണ്ടി വരും. ഇങ്ങനെ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങുവാണ്. പ്രധാനപ്പെട്ട പ്രശ്നം ഈ വീട്ടിലൊക്കെ താഴത്തെ നിലയിൽ വെള്ളം കയറിക്കുന്നു. ഗൃഹോപകരണങ്ങളടക്കം നശിച്ചു പോകണം. ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥയായിരിക്കും ഏറ്റവും വളരെ പരിതാപകരം, വളരെ ബുദ്ധിമുട്ട്. അതെ, പത്രക്കാരനാണ്, പത്രമായിട്ട് വന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ താഴത്തെ നിലയിലേക്ക് മുഴുവൻ വെള്ളം കയറി ഗൃഹോപകരണങ്ങളടക്കം നശിക്കുകയാണ്. റോഡ് ഏതാണ്, വെള്ളക്കെട്ട് എവിടെയാണ്, കുഴി എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വള്ളം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകളെ അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. വള്ളത്തിൽ കയറ്റി ഒരു നിശ്ചിത സ്ഥലത്തേക്ക്, സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലൊക്കെ ഇപ്പോഴും ആളുകളുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ വെള്ളം കയറുന്നത്. പെട്ടെന്നായിരുന്നു വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പകൽ സമയത്ത് മാറാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. വീട്ടിലെ ആളുകളെയൊക്കെ മാറ്റിയോ? എന്താണ് അവസ്ഥ? കുറച്ച് പേരെയൊക്കെ ഓട്ടോയിലൊക്കെ പോകുന്ന ഞാൻ ഇപ്പം കണ്ടിട്ടാണ് വന്നത്. അവർ വേറെ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക്, വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് വള്ളത്തിലെത്തിക്കുന്നു. പിന്നെ ഓട്ടോയിലും മറ്റുമായിട്ടൊക്കെ കയറി കരഭാഗത്ത് വന്നിട്ട് ഓട്ടോയിൽ കയറ്റി പോകുന്നുണ്ട്. മഴ ഇപ്പോൾ രാവിലെ ഉണ്ട് ഇവിടെ ഈ പ്രദേശം. രാവിലെ കൊണ്ട് കോള് കണ്ടില്ലേ? അത് ഭയങ്കര കോളാണ്. മഴ പെയ്യും, വെള്ളവും വരും. ഇനിയും മഴ ഉണ്ട്. രാവിലെയും പുലർക്കാലത്തും ഈ പ്രദേശത്ത് നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും സൂക്ഷിക്കണം എന്നുള്ളതാണ്, ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ഏറ്റവും താഴ്ന്ന പ്രദേശം, ആലപ്പുഴ ജില്ലയിൽ ആദ്യം വെള്ളം കയറുന്ന മുട്ടാർ മേഖല, ഈ പ്രദേശത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങൾ, ഈ അമ്പലപ്പുഴ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ കടൽക്ഷോഭ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. മഴ പെയ്യുകയാണ്, രാവിലെ തന്നെ നിർത്താതെയുള്ള മഴയാണ്. ഇനി വരും മണിക്കൂറുകളിൽ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ദുരിത പെയ്ത്തായി മാറും എന്നുള്ളതാണ് ആളുകൾ ആശങ്ക ആയിട്ട് പറയുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ബന്ധുവീടുകളിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകളെ
ആളുകളെ വള്ളത്തിലും മറ്റും കയറ്റി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് വാഹനമാർഗം ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പരമാവധി തുറന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പറയുന്നത് ഏത് സമയത്തും അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിത സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശം ചെങ്ങന്നൂർ. 2018 പ്രളയമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. ആ ചെങ്ങന്നൂർ ഭാഗത്ത് NDRF സംഘവും ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെങ്ങന്നൂർ ഭാഗത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആ കാര്യമാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ആളുകളും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം വളരെ വേഗത്തിൽ മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഈ ആലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കടൽക്ഷോഭ ഭീഷണിയും തൃക്കുന്നപ്പുഴ, ആലപ്പുഴ, അമ്പലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ശരി, ഇതിനോടൊക്കെ പറയാനുള്ളതേ, നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ പേരും നമ്മുടെ ഒരു സുരക്ഷ ഒന്ന് ഓർക്കണം. ഒന്ന് ഇത് മാത്രമല്ല, ഈ എലിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് മുൻകരുതൽ വേണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നവരോടും പറയുക. അതായത് അലക്ഷ്യമായി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നവരും വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നവരോടും ഒക്കെ ഒന്ന് പറയുക. കാരണം കാലുകളിലൊക്കെ മുറിവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മലിനജലത്തിൽ നിന്നും ഇത്തരത്തിൽ രോഗം വ്യാപിക്കാനുള്ള രോഗവ്യാപന സാധ്യത വളരെ കൂടുതലാണ്.